തരും. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും, നമ്മൾ വയറിന് വേണ്ടിയുള്ള എക്സസൈസും കാണിച്ചു തരും. ഇപ്പൊ വയറിന് വേണ്ടി ഡെയിലി ചെയ്താൽ എന്ത് ചെയ്യത്തില്ല, നമുക്ക് വയറ് കുറയും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കാം, പക്ഷെ അത് എന്ത് ചെയ്യത്തില്ല, നമുക്ക് അങ്ങനെ കുറയത്തില്ല. നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഓരോ വർക്കൗട്ടും ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, വയറിന്റെ എക്സസൈസ് ഇടവിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായിരിക്കും വയറിന് ഉപകാരപ്പെടുന്നത്. അതായത് റെസ്റ്റ് കൊടുക്കുക. നമ്മൾ ഏത് എക്സസൈസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുക, ആ ചെയ്യുന്ന പാർട്സിന് നല്ലപോലെ എന്ത് ചെയ്യുക, റെസ്റ്റ് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ദിവസവും വയറിന് ചെയ്താലും വയറ് കുറയും അങ്ങനെ ആരും വിചാരിക്കരുത്. ഇപ്പൊ ഇന്ന് നമ്മൾ വയറിന്റെ എക്സസൈസ് ചെയ്താൽ നാളെ അത് എന്ത് ചെയ്യേണ്ടതില്ല. നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ എന്ത് ചെയ്താൽ മതി, വയറിന്റെ എക്സസൈസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫുൾ ബോഡി വാമപ്പ് ഉണ്ട്, അതായത് തല മുതൽ കാല് വരെ നമ്മുടെ ബോഡി ഒന്ന് വാം ആവാനുള്ളതാണ് ഫുൾ ബോഡി വാമപ്പ്. അത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം, അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വയറിന്റെ 2-3 എക്സസൈസുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഡെയിലി ചെയ്യാം. ഇപ്പൊ ജമ്പിങ് ജാക്സ്, ഹൈ നീ എന്നൊക്കെ പറയുന്ന കുറച്ച് വാമപ്പുകളുണ്ട്. അത് വയറിന് ഉപകാരപ്പെടുന്നത്, ബെല്ലി ഫാറ്റ്, നമ്മുടെ ഓവറായിട്ടുള്ള കൊഴുപ്പൊക്കെ കുറയാൻ നല്ലപോലെ ഉപകരിക്കുന്ന കുറച്ച് വാമപ്പുകളാണ്. അത് ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യണ്ട, വയറിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരുന്ന കുറച്ച് എക്സസൈസുകളുണ്ട്. അത് എന്ത് ചെയ്യേണ്ടതില്ല, അത് ഡെയിലി ചെയ്യേണ്ടതില്ല. ഓക്കെ, ഇപ്പൊ ലൈവായിട്ട് ആരെങ്കിലും എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യരുത്, സ്പീഡിൽ ചെയ്ത് തീർക്കരുത്. സമയമെടുത്ത് സാവധാനം നല്ലതുപോലെ ശ്വാസമൊക്കെ എടുത്ത് സമാധാനത്തിൽ മാത്രം എന്ത് ചെയ്താൽ മതി, എക്സസൈസ് ചെയ്താൽ മതി. 2 മണിക്കൂർ കൊണ്ട് ചെയ്യണം അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ എപ്പോഴാണോ ചെയ്ത് തീർക്കുന്നത്, നമ്മളെ കൊണ്ട് എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ മാത്രം എന്ത് ചെയ്താൽ മതി, ചെയ്ത് തീർത്താൽ മതി. ഇപ്പൊ നമ്മൾ ഒരെണ്ണം ചെയ്തു, ഒരു 12 ചെയ്ത് നമുക്ക് ക്ഷീണമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് റെസ്റ്റ് എടുക്കാം. നമ്മുടെ ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടൊക്കെ എപ്പോഴാണോ മാറുന്നത് അതിനുശേഷം എന്ത് ചെയ്യാം, ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ 1 മണിക്കൂർ ചെയ്യണം, 2 മണിക്കൂർ ചെയ്യണം അങ്ങനെയില്ല. AC ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ AC ഉപയോഗിച്ച് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെയ്യാൻ നല്ല സമയം രാവിലെ ഒരു 5 മണിക്ക് ശേഷം, ഒരു 9 മണിക്ക് മുമ്പും, വൈകിട്ട് 4 മണിക്ക് ശേഷം ഒരു 9 മണിക്ക് മുമ്പും ചെയ്ത് തീർക്കലാണ് നല്ലത്. വെറും വയറ്റിൽ ചെയ്യാതിരിക്കുക. അതായത് നമ്മൾ നല്ല വിശപ്പുള്ള സമയത്തൊക്കെ എന്ത് ചെയ്യാതിരിക്കുക, എക്സസൈസ് ചെയ്യാതിരിക്കുക. നമ്മുടെ സിവയിൽ 80% ഡയറ്റും 20% വർക്കൗട്ടുകളാണ് വരുന്നത്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് എടുത്താൽ റിസൾട്ട് കിട്ടും. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഈ എക്സസൈസ് കൂടെ ചെയ്ത് നമ്മുടെ ശരീരം എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് നല്ല ബലമുള്ള ശരീരമാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പം വാക്കിങ്ങിനൊക്കെ പോകുന്നവരുണ്ടായിരിക്കും, ഡെയിലി 4 കിലോമീറ്റർ അങ്ങനെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നടക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കുക. അപ്പൊ 4 എന്നുള്ളത് 2 ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ വാമപ്പും ചെയ്ത് വർക്കൗട്ടുകളോടെ ചെയ്യുക കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെസ്റ്റിന്റെ, ബാക്കിന്റെ, ഷോൾഡറിന്റെ ആണെന്ന് തോന്നുന്നു എക്സസൈസ് കാണിച്ചത്. നമ്മൾ ഈ ആഴ്ച ഇപ്പം ബൈസിന്റെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സസൈസ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ബോഡി വാമപ്പ് കാണിച്ചു തരും, അതിനുശേഷമായിരിക്കും എക്സസൈസ് കാണിക്കുന്നത്. ഇപ്പം മുമ്പ് നമ്മൾ ഈ കാണിക്കുമ്പോൾ പെടല് വേദന അല്ലെങ്കിൽ നടുവേദന മുമ്പ് കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഓരോ ഭാഗത്തിന് വേണ്ടി കാണിച്ചു തരുന്ന എക്സസൈസ് കണ്ടു ചെയ്യാം. ഇപ്പൊ മുമ്പ് പെടല് വേദനയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, ആ ഭാഗത്ത് എക്സസൈസ് കാണിച്ചു തരുമ്പോൾ അത് ചെയ്യേണ്ടതില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. നമുക്ക് ഈ ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് ട്രെയിനർമാർ എന്ത് ചെയ്യും, ക്ലാസ് കഴിയുമ്പോൾ അയച്ചു തരും. നമുക്ക് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, കണ്ട് ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഫുൾ ബോഡി വാമപ്പ് ചെയ്യാതെ. ഓക്കെ, ഫുൾ ബോഡി വാമപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുക, നമ്മളൊന്ന് ഫ്രീ മൈൻഡിൽ നിൽക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ വലത്തെ കൈ കൊണ്ട് മൂക്കിന്റെ പുറത്ത് ഒരു മൂക്ക് എന്ത് ചെയ്യുക, ഒന്ന് അടച്ചു പിടിച്ചിട്ട് നല്ലതുപോലെ മൂക്കിൽ എന്ത് ചെയ്യുക, മൂക്കുകൊണ്ട് ശ്വാസം വലിച്ചെടുത്തിട്ട് വാഗുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് വിടുക. അത് 2 വട്ടം ചെയ്താൽ മതി ഇതുപോലെ. ഓക്കെ, അതിനുശേഷം ഈ കൈ ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, നല്ലപോലെ ഒന്ന് ശ്വാസം എടുത്ത് വിടുക. ഓക്കെ, നമ്മളൊന്ന് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ നമ്മുടെ ഇവിടെ വെക്കുക, ഇടുപ്പിൽ ഇതുപോലെ കൈ വെക്കുക. നമ്മുടെ തല എന്ത് ചെയ്യുക, വലത്തോട്ട് ഇടത്തോട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ, അതിനുശേഷം മുകളിലേക്കും ശേഷം താഴേക്ക് എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക ഇതുപോലെ. ഓക്കെ, ഇത് 2 തവണ ചെയ്താൽ മതി. അതിനുശേഷം എന്ത് ചെയ്യുക, തല മൊത്തത്തിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഇതുപോലെ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ വലതുഭാഗത്തേക്ക് 5 ആണെങ്കിൽ ഇടതുഭാഗത്തേക്ക് എന്ത് ചെയ്യുക, അതുപോലെ തന്നെ 5 പ്രാവശ്യം ചെയ്യുക ഇതുപോലെ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ പിടിക്കുക. ഓക്കെ, ഇതുപോലെ പിടിക്കുക. നമ്മുടെ ഇത്രയും പോർഷൻ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് അതുപോലെ തന്നെ അനക്കാതെ വെക്കുക. നമ്മുടെ ഈ പോർഷൻ മാത്രം എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ഇതുപോലാണ്. നമ്മൾ ഇതുപോലെ വെക്കുക, 2 കൈ ഒരുമിച്ച് വെക്കുക. ഈ പോർഷൻ മാത്രം ഇതുപോലെ ഒന്ന് ഒരുമിച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഭാഗത്തേക്ക് 5 ആണെങ്കിൽ
ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ എന്ത് ചെയ്യുക, 5 തവണ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ. അതിനുശേഷം നമ്മുടെ കൈ എന്ത് ഇതുപോലെ പിടിക്കുക. ഓക്കെ, ഇതുപോലെ പിടിക്കുക. നമ്മൾ ഈ കൈ കൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് പുറയിലോട്ടൊന്ന് വലിച്ചു പിടിക്കുക. ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയാണ്, വേറൊന്നല്ല, ഒന്ന് വലിച്ചു പിടിക്കുക. ശേഷം ഈ കൈ എന്ത് ചെയ്യുക, ഒന്ന് തിരിച്ച് ഇതുപോലെ പിടിക്കുക, ഒന്ന് വലിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഈ കൈ പിടിക്കുക, ഒന്ന് പുറയിലോട്ടൊന്ന് വലിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുക, തിരിച്ചു പിടിക്കുക, ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം മുട്ട് ഇതുപോലെ മടക്കി വെക്കുക. നമ്മുടെ ഈ കൈ ഒന്ന് സപ്പോർട്ടിന് കൊടുത്തിട്ട് നമ്മുടെ ഈ മുട്ടുഭാഗം എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇത് നമ്മൾ ഇതുപോലെ 5 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ എന്ത് ചെയ്യുക, 5 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ഈ കൈ ഇതുപോലെ പിടിക്കുക, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ച് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. 5 ആണെങ്കിൽ 5, ഓപ്പോസിറ്റ് സൈഡിലേക്ക് 5. ഓക്കെ, ശേഷം നമ്മൾ ഈ കൈ എന്ത് ചെയ്യുക, ഇതുപോലെ വെക്കുക, തോളിൽ ഇതുപോലെ വെക്കുക, മുന്നിലേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, ഇത് മുന്നിലേക്ക് 5 ആണെങ്കിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, പിന്നിലേക്ക് ഇതുപോലെ 5 പ്രാവശ്യം ചെയ്യുക. നമ്മൾ ഇതെല്ലാം ഫുൾ ബോഡി വാമപ്പ് ആണ്. ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ നടക്കാനൊക്കെ പോകുന്നവരാണ് എന്ത് ചെയ്യാം, നടന്നിട്ട് വന്നിട്ട് ഈ ഫുൾ ബോഡി വാമപ്പ് ഒക്കെ ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യാം, ഡയറ്റ് വിട്ടാലും ചെയ്യാം, നല്ലത് തന്നെയാണ് കേട്ടോ. ശേഷം എന്ത് ചെയ്യുക, കൈ ഇതുപോലെ പിടിക്കുക, ബാക്കിലേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5-6 വട്ടമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ തിരിച്ചെന്ത് ചെയ്യുക, കൈ ചെയ്യുക. ഓക്കെ ഓക്കെ, ഇതോ 5-6 തവണ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ വലത്തെ കൈ ഇടത്തെ നെഞ്ചിൽ വെക്കുക. ശേഷം കൈ എന്ത് ചെയ്യുക, ബാക്കിലേക്ക് ഇതുപോലെ കൊണ്ടുപോവുക. ഓക്കെ, തിരിച്ചു വരുന്ന സമയത്ത് ഈ ഇടത്തെ കൈ എന്ത് ചെയ്യുക, വലത്തെ കൈയുടെ നെഞ്ചിൽ വെക്കുക, ഇതുപോലെയാണേ. ഓക്കെ ഓക്കെ, ഇത് ചെയ്യുമ്പോൾ കുറച്ച് എന്ത് ചെയ്യുക, സ്പീഡിൽ ചെയ്യുക, എന്നാലേ നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെച്ച് ആവത്തുള്ളൂ. ഇതുപോലെ എന്ത് ചെയ്യാം, ഒന്ന് സ്പീഡിൽ ചെയ്യുക. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 12 തവണ ചെയ്യാം. 12 എന്ന് പറയുമ്പോൾ ഇതുപോലെയാണ് കൗണ്ട് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8. ഇതുപോലെ 2 സൈഡൂടെ 1 2 എന്ന് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു 12 തവണ ചെയ്യാം. ഓക്കെ, ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ കൈ പിടിക്കുക, ചുരുട്ടിയല്ല, നേരെയല്ല, ഇങ്ങനെ പിടിക്കുക, നേരെ ഇങ്ങനെ പിടിക്കുക. ശേഷം എന്ത് ചെയ്യുക, കാല് കുറച്ചൊന്ന് വൈഡാക്കി പിടിക്കുക, കൈ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കൊണ്ടുപോവുക, സൈഡിലേക്ക് തിരിച്ച് നേരെ കൊണ്ടുവരിക, സൈഡിലേക്ക് ഒന്ന് കൊണ്ടുപോവുക, തിരിച്ച് നേരെ കൊണ്ടുവരിക. ഓക്കെ, കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഈ അരപ്പകുതിക്ക് മുകളിലേക്ക് മാത്രം എന്ത് ചെയ്യാവുള്ളൂ, റൊട്ടേറ്റ് ചെയ്യാവുള്ളൂ. കാല് മൊത്തത്തിൽ ഇതുപോലെ എന്ത് ചെയ്യരുത്, റൊട്ടേറ്റ് ചെയ്യരുത്. ഓക്കെ, കാല് ഇതുപോലെ തന്നെയാണ് ഇരിക്കേണ്ടത്, അരപ്പകുതി മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ആവും. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ ഇതുപോലെ തന്നെ 6 അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 12 തവണ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൈ ഇതുപോലെ എന്ത് ചെയ്യാം, പിന്നിലേക്ക് ഒന്ന് കെട്ടിവെക്കുക. ഓക്കെ, ഇതുപോലെ പിന്നിലേക്ക് ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം കാൽ എന്ത് ചെയ്യുക, ഒന്ന് അകത്തി വെക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് വൈഡാക്കി വെക്കുക. ഇത് നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാമപ്പ് ആട്ടോ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാവേ. അതാ ഞാൻ പറഞ്ഞത്, വാമപ്പിനകത്തും വയറ് കുറയുന്ന എക്സസൈസ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ കൈ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുക. ശേഷം എന്ത് ചെയ്യുക, സൈഡിലേക്ക് ഇതുപോലെ ചരിയുക, തിരിച്ച് നേരെ വരിക, അടുത്ത ഈ സൈഡിലേക്ക് പോവുക. ഓക്കെ ഓക്കെ, ഇതെന്ത് ചെയ്യാം, 12ന്റെ 3 സെറ്റ് ചെയ്യാം. 12 എന്ന് പറയുമ്പോൾ 2 സൈഡൂടെ ചെയ്തിട്ട് ഒന്നെന്നാട്ടോ കൂട്ടേണ്ടത്. 2 സൈഡൂടെ ചെന്ന് 1 2 3 ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ 24ന്റെ 3 സെറ്റ് കേട്ടോ. ഇതുപോലെ കേട്ടോ, ഇതുപോലെ വെച്ചിട്ട് 1 2 3 4. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്കൊരു 24 തവണ ചെയ്യാം. നമുക്ക് ഇനി വടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വടി ഇതുപോലെ തോളത്ത് ഇങ്ങനെ നേരെ വെച്ചിട്ട് എന്ത് ചെയ്യാം, കൈ വടിയുടെ പുറത്ത് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വടി നമ്മുടെ കാലിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് വടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതുപോലെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. വടി ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, നമുക്ക് കൈ ഇതുപോലെ പുറകെ കെട്ടിയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ബെല്ലി ഫാറ്റ് കുറയുന്ന എക്സസൈസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 12ന്റെ 3 സെറ്റ് ചെയ്യാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി 1 അങ്ങനെയാണെങ്കിൽ 12 കേട്ടോ, അല്ലെങ്കിൽ 24. ഇത് ചെയ്യുന്ന സമയത്ത് റെസ്റ്റ് എടുത്ത് നമ്മുടെ ശ്വാസോച്ഛ്വാസമൊക്കെ എപ്പോഴാണോ നേരെ ആവുന്നത് അതിനുശേഷം മാത്രം ചെയ്താൽ മതി കേട്ടോ. ശേഷം എന്ത് ചെയ്യാം, നമുക്കൊന്ന്
കാലൊന്ന് വൈഡാക്കി വെക്കാം. ഓക്കെ, ശേഷം കൈ നമ്മുടെ നടുവിന് തന്നെ വെച്ചിട്ട് നമ്മുടെ ഈ അരപ്പകുതി മാത്രം എന്ത് ചെയ്യുക, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇതുപോലാണ് നമ്മുടെ അരപ്പകുതി മാത്രം ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ സൈഡിലേക്ക് 5 ആണെങ്കിൽ ഇടത്തെ സൈഡിലേക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ 5 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം കാണുന്നുണ്ടല്ലോ അല്ലേ, ശരീരം ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, കാൽഭാഗം ഒന്നും കാണുന്നില്ല. പകുതി മുട്ടിന്റെ മുകളിൽ വരെ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ കാണാം? കാണുന്നുണ്ട്. ഇപ്പൊ കാണാലോ അല്ലേ? ഓക്കെ. നമ്മുടെ കാല് എന്ത് ചെയ്യുക, 2 കാലും അടുപ്പിച്ച് വെക്കുക. ഇതുപോലെ എന്ത് ചെയ്യുക, അടുപ്പിച്ച് വെക്കുക. ശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് വൈഡാക്കുക. നമ്മുടെ കാല് ഇതുപോലെ ഒന്ന് വൈഡാക്കിയിട്ട് നമ്മുടെ ഈ കൈ മുട്ടിന്റെ മേളിൽ ഇതുപോലെ ഒന്ന് തൊട്ടതിന് ശേഷം മുട്ട് മാത്രം എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ മുട്ട് മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അത് ഇടത്ത് ഭാഗത്തേക്ക് 5 ആണെങ്കിൽ ഇതുപോലെ വലത്തെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, 5 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലാണേ. ഓക്കെ, ഇതുപോലെ ചെയ്യാം. 5 ആണെങ്കിൽ 5, തിരിച്ച് 5 ആണെങ്കിൽ 5. ഓക്കെ, അതിനുശേഷം നമ്മുടെ കാല് ഇതുപോലെ വെക്കുക. ഈ ഒരു അളവിൽ വെച്ചതിന് ശേഷം നമ്മുടെ മുട്ട എന്ത് ചെയ്യുക, താഴേക്കൊന്ന് മുട്ടിക്കാൻ പോകുന്ന രീതിയിൽ പോയിട്ട് എന്ത് ചെയ്യുക, തിരിച്ചു വരിക. ഇതുപോലെ പോവാ. ഓക്കെ, തിരിച്ചു വരിക. ഓക്കെ, അന്നേരം കാല് നമുക്കേ കാലിന്റെ ഉപ്പിട്ട് താന്നിരിക്കണം. അല്ല, നമ്മള് വെക്കുന്ന സമയത്ത് താന്നിരിക്കണം, പോകുന്ന സമയത്ത് ഇതുപോലെ പോകണം. ഇതുപോലെ. ഓക്കെ, സാറിന്റെ ഒന്ന് കാല് കാണുന്നത് കാണുന്നില്ല സാറേ. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല ഇല്ല, കുറച്ചുകൂടെ പുറകോട്ട് നിൽക്കുവാണെങ്കിൽ കാണാം. കാണുന്നുണ്ട്. പുറയിലോട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നേരെ നിൽക്കുമ്പോ ഇതുപോലെ നിക്കുക, പോകുമ്പോ എന്ത് ചെയ്യാ, നമ്മുടെ ഉപ്പൂറ്റി മേളിലേക്ക് ഉയർത്തുക ഇതുപോലെ. ഓക്കെ, തിരിച്ച് നമ്മൾ നേരെ വരിക. ഓക്കെ, ഇത് നമുക്ക് ഒരു 5 വട്ടം ചെയ്യാം. നമ്മുടെ മുട്ടും നമ്മുടെ ഈ ഭാഗമൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടി കേട്ടോ. ശേഷം എന്ത് ചെയ്യാ, നമ്മൾ കാല് ഇതുപോലെ ഒന്ന് വൈഡാക്കി പിടിക്കുക. ശേഷം നമ്മുടെ മുട്ട് കളയാതെ നമ്മുടെ ഈ 2 കൈ എന്ത് ചെയ്യുക, താഴെ ഒന്ന് ടച്ച് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്യുക. ഫസ്റ്റ് പറ്റത്തില്ലെങ്കിൽ എന്ത് ചെയ്യുക, പറ്റുന്നിടം വരെ നോക്കുക. പറ്റുവാണെങ്കിൽ ഇതുപോലെ എന്ത് ചെയ്യാം, ഫുള്ള് ഇതുപോലെ ടച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ടച്ച് ചെയ്യാം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, പറ്റുന്നിടം വരെ മാക്സിമം നോക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഈ 2 കൈയും നമ്മുടെ കാലിന്റെ വിരൽ ഇതുപോലെ തൊടുക. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ ഈ 2 കൈയും മാക്സിമം മുന്നിലേക്ക് എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, മുട്ട് വളയരുത് കേട്ടോ, ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരിക. ശേഷം നമ്മുടെ ഈ 2 കൈയും പിന്നിലേക്ക് എന്ത് ചെയ്യുക, മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ശേഷം നമ്മൾ ഇതുപോലെ നേരെ നിന്നിട്ട് അരവര് കൈ വെച്ചിട്ട് എന്ത് ചെയ്യുക, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതുപോലെ കുറച്ചു നേരം സ്ട്രെച്ച് ചെയ്യുക. തിരിച്ച് ഇതുപോലെ എന്ത് ചെയ്യുക, താഴെ ടച്ച് ചെയ്യുക. കാലിൽ എന്ത് ചെയ്യുക, നമ്മുടെ കൈ കൊണ്ടും തൊടുക. മാക്സിമം മുന്നിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, പിന്നിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പിന്നിലേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതുപോലെ കേട്ടോ, ഇതുപോലെ വൈഡായിട്ട് നിൽക്കുക, മുട്ട് വളയാതെ തന്നെ താഴെ തൊടുക. ഓക്കെ, ശേഷം നമ്മുടെ കാലിന്റെ വിരല് തൊടുക, മുന്നിലേക്ക് മാക്സിമം കൈ കൊണ്ടുപോവുക, പിന്നിലേക്ക് മാക്സിമം കൊണ്ടുപോവുക. ഇതുപോലെ എന്ത് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, ഇതൊരു 6 വട്ടം ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മുടെ ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടിയാണ്. ശേഷം ഇതുപോലെ തന്നെ നിൽക്കുക, നേരെ നിൽക്കുക. നമ്മുടെ ഈ കൈ കാലിന്റെ തള്ളവിരലിൽ എന്ത് ചെയ്യുക, കൊണ്ടുപോയി ഇതുപോലെ തൊടുക. തൊടുന്ന സമയത്ത് നമ്മുടെ ഈ കൈ മുകളിലേക്ക് വരണം. ഇതുപോലെയാണേ, ഇതുപോലെ വരണം. ശേഷം ഇതുപോലെ. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് സ്പീഡിലൊന്ന് ചെയ്യണം ഇതുപോലെ. ഓക്കെ, ഓക്കെ, ഇത് നമുക്ക് 12 വട്ടം ചെയ്യാം. കൗണ്ട് ചെയ്യുന്നത് 1 2 3 4 5 6 7 ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, 12 തവണ ചെയ്യാം. അല്ലെങ്കിൽ 2 കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ 6 തവണ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ജമ്പിങ് ജാക്സ് ചെയ്യാം. അതായത് ചാടിയിട്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയാൻ നല്ലപോലെ ഉപകരിക്കുന്ന ഒരു വാമപ്പാണ്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം കേട്ടോ. ചെയ്യുമ്പോൾ നല്ലപോലെ ചാടിയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ചാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിൽക്കുക. ഫസ്റ്റ് ടൈം അതെ അതെ, ഫസ്റ്റ് ഇതുപോലെ നിൽക്കുക. നിന്നതിന് ശേഷം എന്ത് ചെയ്യാ, നമ്മുടെ ഈ കാല് ഇതുപോലെ കൊണ്ടുപോയി കൈ ഇതുപോലെ ടച്ച് ചെയ്യുക. ഓക്കെ,
ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്താൽ മതി. ഓക്കെ, ഈ കാലം എന്ത് ചെയ്യാം, ഇതുപോലെ. ഓക്കെ, ഇത് 1-2 ദിവസം ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, 2 കാലും ഒരുമിച്ച് ഇതുപോലെ സ്പീഡിൽ ചെയ്യാം. അതുപോലെ എന്ത് ചെയ്യാം, 2 കാലും ഒരുമിച്ച് എന്ത് ചെയ്യാം, സ്പീഡിൽ ചെയ്യാം. ഓക്കെ ഓക്കെ, അതിനുശേഷം അതുകൂടെ ഒന്ന് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ജമ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം തന്നെ ജമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യുക, കൈ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാലിന്റെ ഉപ്പൂറ്റി താഴെ കുത്താത്ത രീതിയിൽ വിരൽ ഭാഗം മാത്രം കുത്തി എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ കേട്ടോ, ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് 1 മിനിറ്റ് ഒക്കെ എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് ചുമ്മാ ഒന്ന് ജമ്പ് ചെയ്യാം. നമ്മുടെ ശരീരം എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് ജമ്പ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം സോറി ഫോർ ഇന്ററപ്റ്റിംഗ്. ഇപ്പൊ ആരും സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് സാറിന്റെ വീഡിയോ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. കാണാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ? ചെറുതായിട്ടാണ്. കാണാൻ പറ്റുന്നുണ്ട്, ചെറുതായിട്ടാ കാണുന്നത്, സ്ക്രീനിൽ ചെറുതായിട്ടാ കാണുന്നത്. എടുത്താ മതി, അപ്പൊ ഓക്കെ, ഇപ്പം കാണാം, ശരിക്കും കാണാം. ഓക്കെ ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുക, ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ജമ്പിങ് ജാക്സ് ചെയ്യുക. ഇതുപോലാണ് ജമ്പിങ് ജാക്സ് ചെയ്യേണ്ടത്. ഇതുപോലെ നിൽക്കുക, പെതുക്കെ എന്ത് ചെയ്യുക, ഇതുപോലെ ജമ്പ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതുപോലെ പെതുക്കെ ചെയ്യുക. താഴെ ഉപ്പൂറ്റി ഭാഗം എന്ത് ചെയ്യരുത്, താഴെ കുത്തരുത് കേട്ടോ. ഇതുപോലാണ് എന്ത് ചെയ്യുന്നത്, ജമ്പിങ് ജാക്സ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലെ ചെയ്യാം. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ പെതുക്കെ ചെയ്യുക, പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നല്ല സ്പീഡിൽ ചെയ്യുക. ചെയ്യുമ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യുക, കുറച്ച് സ്പീഡിൽ ചെയ്യുക. ഓക്കെ, ചെയ്യുന്നത് 12ന്റെ 3 സെറ്റ് ആട്ടോ ചെയ്യേണ്ടത്. പന്ത്രണ്ടിന്റെ 3 സെറ്റ് എന്ന് പറഞ്ഞാൽ 12ന്റെ 3 സെറ്റ് എന്ന് പറയുമ്പോൾ 12 വട്ടം ജമ്പ് ജാക്സ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക 1 മിനിറ്റ്. അതിനുശേഷം ഒരു 12 എണ്ണം ചെയ്യുക, ഒരു റെസ്റ്റ് എടുക്കുക, അതിനുശേഷം ഒരു 12 എണ്ണം ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ടോട്ടൽ 36 എണ്ണം ചെയ്യണം. ടോട്ടൽ 36 എണ്ണം ചെയ്യണം കേട്ടോ. സാറ് ക്യാമറ ഓഫ് ആക്കിയതാണോ? അതെ അതെ, ഞാൻ ഓഫ് ആക്കിയാണ്. ഒരു 2 സെക്കൻഡ്, ഇപ്പൊ ഓണാക്കാവേ. സാറേ, അതുപോലെ മുട്ടുവേദന ഉള്ളവർക്കൊക്കെ എങ്ങനെയാണ്? മാം, മുട്ടുവേദന ഉണ്ടെങ്കിൽ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ ഇപ്പോ? ഇല്ല, ആക്ച്വലി ട്രീറ്റ്മെന്റ് ആയിട്ടൊന്നും ഇല്ല. ചെറിയൊരു തേയ്മാനത്തിന്റെ ഒരു ഇതുണ്ട്, അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഒന്നും തന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ചെറിയ ചെറിയ രീതി ഇപ്പൊ ജമ്പിങ് ജാക്സ് എന്ത് ചെയ്യണ്ട, തൽക്കാലം ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. കാരണം ചാടി ചെയ്യുന്ന ആയതുകൊണ്ടേ, മുട്ടുവേദന ഉള്ളതുകൊണ്ടാണ്. ചാടി ചെയ്യുന്നതും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും. അതിന് പകരം എന്ത് ചെയ്യാം, നമുക്ക് വേറെ എക്സസൈസ് ചെയ്യാം. വയറിന്റെ ഒക്കെ കിടന്നുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ട്, വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനത്തെ എക്സസൈസ് നമുക്ക് പറഞ്ഞു തരുമോ, ഏതാ ചെയ്യേണ്ടതെന്നുള്ളത്? അത് ഓരോ ദിവസത്തെ ഓരോ എക്സസൈസ് ഉണ്ട്, അത് ട്രെയിനർ പറഞ്ഞു തരും. അതിന്റെ ലിങ്ക് അയച്ചു തരും. ഓരോ ദിവസം ഡേ 1 ചെസ്റ്റ്, ഡേ 2 ബാക്ക്, അങ്ങനെ ഓരോരോ എക്സസൈസ് ഉണ്ട്. അത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, നമ്മള് ജമ്പിങ് ജാക്സ് എന്ത് ചെയ്യാ, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യാ. 12ന്റെ 3 സെറ്റ് ആട്ടോ ചെയ്യേണ്ടത്. അത് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാട്ടോ.
പ്രോപ്പറായിട്ട് ചെയ്യുക. അതിനുശേഷം റെസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, 1 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ആദ്യം ചെയ്തിട്ട് എന്ത് ചെയ്യാം, 1 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം ഒരു 12 തവണ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. അതിനുശേഷം ഒരു 12 തവണ ചെയ്തിട്ട് 3 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഹൈനി എന്ന് പറയും, നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ചാടി ചെയ്യേണ്ടതാണ്. അപ്പൊ ഫസ്റ്റ് ചെയ്യുമ്പോൾ ചാടി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, കൈ താത്ത് പിടിക്കുക, നമ്മുടെ കാൽ എന്ത് ചെയ്യുക, മുട്ടിൽ ഇതുപോലെ ടച്ച് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ടച്ച് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ജമ്പ് ചെയ്ത് ചാടി ഇങ്ങനെ ടച്ച് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇതുപോലെ വെക്കുക. പെതുക്കെ പെതുക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ഓരോ കാലും ഇതുപോലെ കയ്യിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ടച്ച് ചെയ്ത് നല്ല സ്പീഡിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ടച്ച് ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കൈ എന്ത് ചെയ്യുക, മുകളിലേക്ക് ഉയർത്തുക, കാൽ ഇതുപോലെ ടച്ച് ചെയ്യുക. ഓക്കെ. ഓക്കെ, അത് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ ചാടി ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ചാടി ചെയ്യുമ്പോൾ കൈ എന്ത് ചെയ്യരുത്, ഇങ്ങനെ വെക്കരുത്, കൈ ഇതുപോലെ ഇറക്കി വെക്കുക. ഓക്കെ, ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, ചാടി ചെയ്യുക, ഇതുപോലെ കേട്ടോ. ഓക്കെ, ഇതുപോലാണ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ വയർ കുറയാനുള്ളതാണ്. ഇത് ചെയ്യുമ്പോൾ 1 2 3 4 ഇങ്ങനെ ഓരോ കാലം 1 2 കൂട്ടുകയാണെങ്കിൽ 24ന്റെ 3 സെറ്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായല്ലോ? 24ന്റെ 3 സെറ്റ് ഇതുപോലെ കൈ വെക്കുക. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇതുപോലെ ആണെങ്കിൽ 24ന്റെ 3 സെറ്റ്. അപ്പൊ ജമ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ഈ കാല് ഇതുപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്, ചാടി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ ഈ കാണിച്ചു തന്നതും വയറിന് വേണ്ടിയുള്ള വാമപ്പ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കൈ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ കൈ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഭാഗത്തോട്ട് കൊണ്ടുവരുമ്പോ, അതായത് നമ്മുടെ വലത്തെ കൈ ഇടത് ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യാ, ഇടത് കാല് വലത് ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇതുപോലെ കേട്ടോ, ഇതുപോലെ. ഓക്കെ, ഇതുപോലെ കൊണ്ടുവരിക. തിരിച്ചെന്ത് ചെയ്യാ, നമ്മുടെ ഇടത്തെ കൈ വലത്തെ കാലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, വലത്തെ കാല് ഇടത്തെ കൈയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, ഇതുപോലെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ കേട്ടോ ചെയ്യേണ്ടത്. ഇത് നമ്മുടെ വയറ് കുറയാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണ്. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാ, ഇതും 12ന്റെ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് വയറ് കുറയുന്നതിന്റെ എക്സസൈസ് ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ സർ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, കൈ ഇതുപോലെ വെക്കുക, വലത്തെ കൈ ഇടത്തെ കാലിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ഇടത്തെ കാല് വലത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരിക, ഇതുപോലെ. ഓക്കെ, തിരിച്ച് ഇതുപോലെ തന്നെ കൊണ്ടുവരിക. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, 12ന്റെ 3 സെറ്റ് ചെയ്യാം. ഇത് ഫുൾ ബോഡി വാമപ്പ് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മുടെ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി കാല് ഇതുപോലെ ഒന്ന് വൈഡാക്കി വെക്കുക. ഇതുപോലെ ഒന്ന് വൈഡാക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഫുൾ ബോഡിയും ഈ കാലെല്ലാം കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ കാലിന്റെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഇരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇതുപോലെ കൈ പിടിക്കുക, ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് കാലിന്റെ പുറത്തേക്ക് ഒന്ന് ഇരിക്കുക. ഓക്കെ, ഒരു 2-3 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇരിക്കുക. ശേഷം എന്ത് ചെയ്യാം, ഇതുപോലെ നേരെ എണീറ്റ് വരിക, തിരിച്ച് ഈ കാലിന്റെ പുറത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് ഇരിക്കുക. ഓക്കെ, നേരെ വരിക. ഓക്കെ, ഇതുപോലെ ഇരിക്കുക, തിരിച്ച് ഇതുപോലെ നേരെ വരിക, തിരിച്ചതുപോലെ എന്ത് ചെയ്യുക, കാലിന്റെ പുറത്ത് ഇരിക്കുക. ഓക്കെ, ഇത് പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഷോൾഡറിന് വേണ്ടിയുള്ള എക്സസൈസ് ആയിരുന്നു കാണിച്ചു കൊടുത്തത്. ഇനി നമ്മൾ ഈ ആഴ്ച ചെയ്യുന്നത് നമ്മുടെ ബൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് കേട്ടോ. നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ പോർഷന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് കാണിച്ചു തരുന്നത്. ഓക്കെ, നമുക്ക് വീട്ടിൽ ഡമ്പലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ ഡമ്പൽ യൂസ് ചെയ്യാം, ഉണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ എന്താ, നമുക്ക് കട്ടയോ ഇഷ്ടിക എന്തെങ്കിലും എടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 1 ലിറ്ററിന്റെ കുപ്പി എന്ത് ചെയ്യാം, 2 കൈയിലും വെള്ളം നിറച്ചിട്ട് ഇതുപോലെ എടുത്ത് പിടിക്കാം. ഓക്കെ, ഇതുപോലെ പിടിച്ചതിന് ശേഷം നേരെ പിടിക്കുക. ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം എന്താ, സാധാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുക, ഡമ്പൽ മേലിലേക്കാക്കി താഴേക്കാക്കുക, ഇതുപോലെ. ഓക്കെ, ഇതെന്ത് ചെയ്യാം, നമുക്ക് 24 തവണ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാം നമ്മൾ 12 വെച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ, തുടക്കം ആയതുകൊണ്ട്. പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കൗണ്ട് കൂട്ടി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, നമ്മുടെ ഈ ഇത്രയും പോർഷൻ എന്ത് ചെയ്യരുത്, ഇങ്ങനെ തന്നെ നിൽക്കണം. ഇവിടുന്ന് താഴോട്ടുള്ള പോർഷൻ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, അനങ്ങാവുള്ളൂ. ഓക്കെ, ഇതുപോലെ കേട്ടോ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പോർഷൻ മാത്രം ഇങ്ങനെയാണ് അനങ്ങേണ്ടത്. ഓക്കെ, അല്ലാതെ എന്ത് ചെയ്യരുത്,
കൈ മൊത്തത്തിൽ ഇങ്ങനെ ആട്ടി ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ ആട്ടിയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഇവിടുന്ന് നമ്മുടെ ഈ മുട്ടിന്റെ ഭാഗം വരെയുള്ള പോർഷൻ എന്ത് ചെയ്യുക, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ബാക്കി പോർഷൻ എന്ത് ചെയ്യുക, മുകളിലേക്ക് ചെയ്യുക. ഇതുപോലെ. ഓക്കെ, ഇതുപോലെ കേട്ടോ ചെയ്യേണ്ടത്. ഓക്കെ, ഇതെന്ത് ചെയ്യാം, നമുക്ക് 24ന്റെ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡംബല് നേരെ പിടിക്കുക. ഇങ്ങനെ തന്നെ പിടിക്കുക. നമ്മൾ നേരത്തെ ഇങ്ങനെയല്ല ചെയ്തത്. നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോകുന്നത് എങ്ങനെ ആയിരിക്കും, നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഭാഗം ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, ഇതുപോലെ പിടിക്കുക, ഇതുപോലെ. ഓക്കെ, ഇതുപോലെ കേട്ടോ, ചെസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന പോലെ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് ചെയ്യുമ്പോഴും നമ്മുടെ ഈ കൈയുടെ ഈ പോർഷൻ എന്ത് ചെയ്യരുത്, അനങ്ങരുത്. അതിന്റെ ബാക്കി താഴോട്ട് മാത്രം എന്ത് ചെയ്യാവുള്ളൂ, വർക്ക് ആവുള്ളൂ. ഫുൾ ബോഡി ഇതുപോലെ ആട്ടി ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ നടുവേനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ എന്ത് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യരുത്, കൈ മാത്രം ഇങ്ങനെ ആട്ടി ചെയ്യുകയും ചെയ്യരുത്. നമ്മുടെ ഇത്രയും പോർഷൻ എന്ത് ചെയ്യുക, ഒരിടത്ത് നിൽക്കുക. ബാക്കി പോർഷൻ മാത്രം എന്ത് ചെയ്യാം, ഇതുപോലെ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, 24ല് 3 സെറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്തത് ഇങ്ങനെ കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വരുമ്പോ എന്ത് ചെയ്യുക, നേരെ കൊണ്ടുവരിക. തിരിച്ച് നമ്മൾ പിടിച്ചതുപോലെ തന്നെ കൊണ്ടുപോവാ. അടുത്തത് ഈ കൈ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഓക്കെ, അത് 12ന്റെ 3 സെറ്റ്. 12 എന്ന് പറയുമ്പോൾ 2 കൈയുടെ ചേർത്ത് 1 ആണെങ്കിൽ 12, 2 കൈ 1, 2 എന്നാണെങ്കിൽ 24. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഈ 2 കൈയും ഇതുപോലെ ഓക്കെ കൊണ്ടുവരിക, തിരിച്ചു വെക്കുക. ഓക്കെ ഓക്കെ, ഇതെന്ത് ചെയ്യാം, 12ന്റെ 3 സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ ചെയർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചെയറിൽ ഇതുപോലെ ഇരിക്കുക. ശേഷം കാലെന്ത് ചെയ്യാം, ഒന്ന് വൈഡാക്കി പിടിക്കുക. കാലൊന്ന് വൈഡാക്കി പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ കൈയുടെ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, കൈയുടെ ഈ ഭാഗം തൊടയിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എന്ത് ചെയ്യാ, കൈ ഇതുപോലെ ഇറക്കി വെക്കുക. ശേഷം നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യാ, ഒന്ന് കറക്റ്റ് കോൺസെൻട്രേഷനിൽ എന്ത് ചെയ്യാ, നമ്മളൊന്ന് ഡംബൽ പ്രസ് ചെയ്യാം മുകളിലോട്ട്. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഡംബൽ പ്രസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഒരു കയ്യിൽ ചെയ്യുക. ശേഷം എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് തിരിഞ്ഞിരിക്കുക. ഈ കയ്യിൽ എന്ത് ചെയ്യാം, ശേഷം ഈ കയ്യിൽ ഇതുപോലെ ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കയ്യിൽ 12 മറ്റേ കയ്യിൽ 12 എന്നുള്ള രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, കുറഞ്ഞ വെയിറ്റ് ഇട്ട് ചെയ്യുക. പിന്നെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, വെയിറ്റ് കൂട്ടി നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യാം, നമ്മൾ കൈ ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2 കൈയും മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ വയറിന്റെ ഈ പോഷൻ വരെ എന്ത് ചെയ്യാവുള്ളൂ, ഉയർത്താവുള്ളൂ. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാം, വയറിന്റെ അവിടം വരെ ഉയർത്ത് താഴെ കൊണ്ടുപോവാ. വയറിന്റെ അവിടം വരെ ഉയർത്ത് താഴെ കൊണ്ടുപോവാ. ഓക്കെ, ഇങ്ങനെ ഒരു 6 വട്ടം ചെയ്യാം. ഓക്കെ, ഇതുപോലെ ഒരു 6 വട്ടം ചെയ്യുക. ഇവിടെ എത്തിയതിനു ശേഷം 7ാമത് മുതൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് മുകളിലേക്ക് ബാക്കി ചെയ്യുക. ഓക്കെ, പിന്നെ താഴെ കൊണ്ടുവരുത്, വയറിന്റെ അവിടെ വരെ കൊണ്ടുപോയാൽ മുകളിലേക്ക് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ചെയ്യുക. ഓക്കെ, അങ്ങനെ 12 ആവും. ഓക്കെ, 6 6 താഴേന്ന് വയറ് വരെ 6, അതിനുശേഷം വയറിന്റെ അവിടുന്ന് മുഖത്തിന്റെ അവിടം വരെ 6. ഓക്കെ, ഇതുപോലെ ചെയ്യാം. അങ്ങനെ 6 6 12 ആയതിനു ശേഷം എന്ത് ചെയ്യാം, ഫുള്ള് താഴെ കൊണ്ടുവന്നിട്ട് ഫുള്ള് എന്ത് ചെയ്യാം, ഇതുപോലെ ഒന്ന് ഫുള്ള് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്ന് ടോട്ടൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കേട്ടോ, 1 2 3 4 5 6. ഓക്കെ, ഇനി താഴോട്ട് കൊണ്ടുവരുത്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് കേട്ടോ, 7 8 9 10 1 2. ഓക്കെ, ഇനി ഫുൾ എന്ത് ചെയ്യാ, മൊത്തത്തിൽ ചെയ്യാം. 1 2 3 4 5 6. ഓക്കെ, ഇതുപോലെ എന്ത് ചെയ്യാ, ഇതും 3 സെറ്റ് ചെയ്യാം. ഓക്കെ, ഈ കാണിച്ചു തന്നതും ബൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. നമ്മുടെ ബൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ആണ്, ഈ പോർഷന് വേണ്ടിയുള്ള എക്സസൈസ് ആണ് ഇപ്പൊ കാണിച്ചു തന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ലൈവ് എക്സസൈസ് ക്ലാസ് വരുന്നത്. ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമുക്കിപ്പോ ക്ലിയർ ചെയ്യാം. അതായത് എത്ര സെറ്റ് ആണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്യാം. ഡയറ്റിനെ പറ്റിയോ
ഒന്നുകൂടെ ചോദിക്കാം, കേട്ടില്ലായിരുന്നു. സർ ഇപ്പൊ കാണിച്ച എല്ലാ എക്സസൈസും ഇപ്പൊ ചെയ്യണം, ഡെയിലി ചെയ്യണം? ഇല്ലില്ല, ഫുൾ ബോഡി വാമപ്പ് ഞാൻ കാണിച്ചെന്നില്ല, തല മുതൽ കാല് വരെയുള്ള അത് എല്ലാ ദിവസവും ചെയ്യണം. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ബൈസിന് വേണ്ടിയുള്ള എക്സസൈസ് കാണിച്ചില്ലേ, ഇപ്പോ ഇന്ന് നമ്മള് ഫുൾ ബോഡി വാമപ്പ് ചെയ്തിട്ട് ഈ ബൈസിന് വേണ്ടി കാണിച്ചു തന്ന എക്സസൈസ് നമ്മൾ ഡമ്പൽ എടുത്ത് ചെയ്തില്ലേ, ആ എക്സസൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, നാളെ ഫുൾ ബോഡി വാമപ്പ് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ചെസ്റ്റിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ ബോഡി വാമപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡറിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യാം, ഫുൾ ബോഡി വാമപ്പ് ചെയ്തതിന് ശേഷം ബാക്കിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. ഇങ്ങനെ ഓരോ ദിവസം എന്ത് ചെയ്യാം, ഓരോന്നിനു വേണ്ടി എന്ത് ചെയ്യാം, മാറ്റി മാറ്റി നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യരുത്, ബൈസിന് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്, എല്ലാ ദിവസവും വയറിന് വേണ്ടിയും ചെയ്തുകൊണ്ടിരിക്കരുത്. ഇപ്പൊ നമ്മൾ തിങ്കളാഴ്ച എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ ഒരു കണക്ക് പറയാണ്, തിങ്കളാഴ്ച ഫുൾ ബോഡി നമ്മൾ എന്ത് ചെയ്യാം, വാമപ്പ് ചെയ്തു. നമ്മൾ ആദ്യം കാണിച്ച ഒന്നര ഫുൾ ബോഡി വാമപ്പ് ചെയ്തതിനു ശേഷം ചെസ്റ്റിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്തെന്ന് വെച്ചോ, അന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണേ വയറിന്റെ കൂടെ എക്സസൈസ്, ചെസ്റ്റിന് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, വയറിന്റെ കൂടെ എക്സസൈസ് ചെയ്യാം. ഓക്കെ, ചൊവ്വാഴ്ച ഫുൾ ബോഡി വാമപ്പ് ചെയ്യുക, ബാക്കിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുക, അന്ന് എന്ത് ചെയ്യരുത്, വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യരുത്. ബുധനാഴ്ച ഫുൾ ബോഡി വാമപ്പ് ചെയ്യുക, പിന്നെ ഷോൾഡറിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യുക, അന്ന് നമുക്ക് എന്ത് ചെയ്യാം, വയറിന്റെ എക്സസൈസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ബൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. ഫുൾ ബോഡി വാമപ്പ് എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് ബൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണ്ട, വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യണ്ട. അതിനുശേഷം വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ട്രൈസിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം, ഈ പോർഷന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വയറിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. ശനിയാഴ്ച നമുക്ക് ലെഗിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. ഫുൾ ബോഡി വാമപ്പ് ചെയ്തതിനു ശേഷം ലെഗിന് വേണ്ടിയുള്ള എക്സസൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, വയറിന് വേണ്ടി ചെയ്യുന്നെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ചെയ്യേണ്ടതില്ല. ഞായറാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് റെസ്റ്റ് എടുക്കാം. തിങ്കളാഴ്ച മുതൽ എന്ത് ചെയ്യാം, വീണ്ടും ഇതുപോലെ തന്നെ ചെസ്റ്റ്, ബാക്ക്, ഷോൾഡർ, ബൈസ്, ട്രൈസ്, ലെഗ്, ഇങ്ങനെ എന്ത് ചെയ്യാം, മാറി മാറി ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ്. എല്ലാ ദിവസവും വയറിന് ചെയ്യരുത്, ഒന്നിരാടെ ഇടവിട്ട് എന്ത് ചെയ്താൽ മതി, വയറിന് വേണ്ടി ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലത്തത് ട്രെയിനർമാർ അയച്ചു തരും. ഓരോ ഡേ 1 ചെസ്റ്റ്, ഡേ 2 ബാക്ക്, ഡേ 3 ഷോൾഡർ, ഇങ്ങനെ ഓരോ ലിങ്ക് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ ലിങ്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ട്രെയിനർമാർ അയച്ചു തരും, ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പൊ അത് നോക്കി എന്ത് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. കാലിന്റെ മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട്, അപ്പൊ വയറ് കുറയാനുള്ളത് കിടന്നിട്ടുള്ള വർക്കൗട്ട് എന്തെങ്കിലും? ഞാൻ ഈ പറഞ്ഞില്ലേ, ട്രെയിനർമാർ അയച്ചു തരുമെന്ന് പറഞ്ഞില്ലേ ഓരോ ദിവസത്തിന്റെ, അതിന്റെ കൂടെ ഈ കിടന്നിട്ടുള്ള വയറിന്റെ എക്സസൈസും ഉണ്ട് കേട്ടോ. അത് അതുപോലെ നോക്കി പ്രാക്ടീസ് ചെയ്താൽ മതി. കിടന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. മുട്ട് മടങ്ങാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, മുട്ട് സ്ട്രൈറ്റ് ആയിട്ട് കാല് ഇതുപോലെ വെച്ചിട്ടും കാല് ഫുള്ള് ഇങ്ങനെ വൈഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഓൾറെഡി നമുക്ക് ഡയറ്റ് പ്ലാൻ തന്നതിന്റെ കൂടെ ഓൾറെഡി ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്, എനിക്കൊരു 3 എക്സസൈസ് തന്നിട്ടുണ്ട്. റെക്കോർഡ് ക്ലാസിന്റെ അല്ലേ? റെക്കോർഡ് ക്ലാസിന്റെ അത് വാമപ്പാണ്. അത് വാമപ്പാണ്. ഓരോ വയറിന് വേണ്ടിയുള്ള എക്സസൈസും ഉണ്ട്. ഞാൻ ഈ കാണിച്ചു തന്നത് വാമപ്പാണ്. അതിലുണ്ട്, ലാസ്റ്റ് വീഡിയോ അയച്ചതിലുണ്ട് കിടന്നിട്ടുള്ള എക്സസൈസ് അതിലുണ്ട്. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതും വാമപ്പാണ്. ഞാൻ കാണിച്ചു തന്നത് വാമപ്പാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അത് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ചെയ്യാം, ഇഷ്ടമുള്ളത് ചെയ്യാം. എല്ലാം വാമപ്പ് തന്നെയാണ്. വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യാം, നമ്മുടെ ശരീരം ഒന്ന് എന്ത് ചെയ്യാം, ഈ നമ്മളെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഒന്ന് എന്ത് ചെയ്യാം, ഫുൾ ബോഡി ഒന്ന് വാമാവുക, അതിനുവേണ്ടി ഒന്ന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. നേരെ നമ്മൾ എന്ത് ചെയ്യരുത്, ഓടി വന്ന് ഡംബൽ എടുത്തിട്ട് ഡംബൽ ഇങ്ങനെ അടിക്കരുത്. അതിന് പകരം എന്ത് ചെയ്യാം, നമ്മുടെ ഫുൾ ബോഡി ഒന്ന് വാം ആക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാവുള്ളൂ, ഓരോരോ പാർട്സിന് വേണ്ടി എക്സസൈസ് ചെയ്യാവുള്ളൂ. അതാണ് നമ്മൾ വാമപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ആ റെക്കോർഡ് വീഡിയോയുടെ വാമപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വാമപ്പ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഓരോ പാർട്സിന് വേണ്ടി എക്സസൈസും ചെയ്യാം. എക്സസൈസ് എടുക്കുന്ന സമയത്ത് ശ്വാസം എന്തെങ്കിലും നോക്കാനുണ്ടോ? അതായത് മൂക്കിലൂടെ എടുക്കണം, വായിലൂടെ എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മുക്കിലൂടെ അങ്ങനെയില്ല. നമ്മള് നല്ലപോലെ വെയിറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ, ശ്വാസം നല്ലപോലെ എടുക്കുക. വെയിറ്റ് വിടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ശ്വാസം വിടുക. ശ്വാസം പിടിച്ചു വെച്ചോണ്ട് എന്ത് ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. നല്ലപോലെ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ശ്വാസം എടുക്കുക, വെയിറ്റ് വിടുന്ന സമയത്ത് എന്ത് ചെയ്യുക, ശ്വാസം വിടുക. അത് ഓരോന്നിനും ഓരോ രീതിയായിരിക്കും കേട്ടോ, മാറിയും തിരിഞ്ഞും വരുന്നുണ്ട്. നമുക്കിപ്പോ ശ്വാസം എടുത്തും വിട്ടും ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ശ്വാസം പിടിച്ചു വെച്ചോണ്ട് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യും, പണ്ടൊക്കെ പുഷപ്പ് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, 10 പുഷപ്പൊക്കെ ഒറ്റ ശ്വാസത്തിൽ എന്ത് ചെയ്യും, 10 പുഷപ്പൊക്കെ അടിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. പണ്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും, നമ്മൾ അങ്ങനെ ചെയ്യരുത് ഒരിക്കലും.
ശ്വാസം ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് മൂക്കിലൂടെ വായിലൂടെ അങ്ങനെ കുഴപ്പമില്ലല്ലോ? നമ്മളത് എടുക്കുന്നോണ്ട് ഒന്ന് റിലാക്സേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, ഒന്ന് ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ഒന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല. എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, നല്ലപോലെ എടുക്കുക, ശ്വാസം എടുക്കുക, തിരിച്ചു വിടുക. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഡംബൽ എന്ത് ചെയ്യാം, ഇതുപോലെ നമ്മളിപ്പോ ഡംബൽ മുകളിലേക്ക് കൊടുത്താണെങ്കിൽ എന്ത് ചെയ്യാം, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. അങ്ങനെയല്ല സർ, വിടുന്ന സമയത്ത് ഇല്ല, അങ്ങനെ വിടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. മൂക്കിലൂടെ എടുത്ത് വായിലൂടെ വിടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഹലോ, ചോദിച്ചോളൂ. വാമപ്പ് നമുക്ക് മോർണിംഗിൽ തന്നെ ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഓൺ ടൈമിൽ ചെയ്താൽ മതിയോ? ഫ്രീ ആവുന്ന ടൈമിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞായിരുന്നു 5 മണി മുതൽ 9 മണി വരെ രാവിലെ, വൈകിട്ട് ഒരു 4 മണി മുതൽ ഒരു 9-10 മണിക്കുള്ളിൽ ചെയ്ത് തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ചെയ്യുന്ന മുമ്പ് ഞങ്ങൾ വെള്ളം കുടിക്കുന്നതിന് കറക്റ്റ് അളവ് എന്തെങ്കിലും ഉണ്ടോ? എക്സസൈസ് വെള്ളം കുടിക്കുന്നതല്ല, നമ്മൾ എന്ത് ചെയ്ത് വിശന്നിരുന്നോണ്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എംപ്റ്റി സ്റ്റൊമക്കിൽ എന്ത് ചെയ്യാ, നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ടയർഡായിപ്പോ. അങ്ങനെ ചെയ്യാതിരിക്കൽ ഏറ്റവും നല്ലതാണ്. അല്ല, ഈ ഡയറ്റിൽ പറയുന്നുണ്ടല്ലോ രാത്രി 7 മണിക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ 9 മണി വരെ വെള്ളം പോലും കുടിക്കാൻ പാടില്ല. അത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നടക്കുന്നോണ്ടാണ്. നമ്മളിപ്പോ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ശ്വാസമൊക്കെ ഒന്ന് റെഡ്യൂസ് ആവാൻ വേണ്ടി എന്ത് ചെയ്യാം, കുറച്ചൊക്കെ കുടിക്കാം. ഓരോ ഇറക്ക് വീതം എന്ത് ചെയ്യാം, നമുക്ക് ചെറുതായിട്ട് നമ്മുടെ തൊണ്ട ഒന്ന് രീതി നനയുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് വെള്ളം കുടിക്കാം. ആ സമയത്ത് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം അതായത് എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം കുടിക്കാം, വേറെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കേണ്ട, വെള്ളം മാത്രം. അല്ല, നിങ്ങളിപ്പോ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഇരിക്കുമല്ലേ മാഡം, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊരു 5 മണിക്ക് നമ്മൾ ചായ കുടിക്കുന്നെങ്കിൽ, ചായ കോഫി എന്തെങ്കിലും കുടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് എക്സസൈസ് ചെയ്യാം. ചെയ്തതിന് ശേഷം രാത്രിത്തെ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഈ രീതി ഏറ്റവും ബെറ്റർ ആയിരിക്കും. വൈകിട്ടത്തെ ചായ എന്തെങ്കിലും സ്നാക്ക് എന്തെങ്കിലും എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. അതിനുശേഷം രാത്രിത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഇരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അല്ല നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ച് തീർത്താൽ ഒരു 8:30 ആകുമ്പോൾ അല്ലെ 8:30-9 മണിക്ക് എന്ത് ചെയ്യാം, എക്സസൈസ് ചെയ്താൽ 10 മണിക്കുള്ളിൽ തീർക്കുക. ആ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നുവാണെങ്കിൽ, തൊണ്ട ഉണങ്ങി ദാഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് കുടിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? രാവിലെ ചെയ്യുന്നത്, ഇപ്പൊ രാവിലെ നടക്കുന്നതാണെങ്കിൽ എങ്ങനെയാ? രാവിലെ നടക്കുന്നുണ്ടെങ്കിൽ നടന്നതിന് ശേഷം വന്നിട്ട് ഈ വാമപ്പും അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോരോ പാർട്സിന്റെ എക്സസൈസും ചെയ്യാം. അതും നല്ലതായിരിക്കും. ഈ നടക്കുന്നാട്ടി മുമ്പ് വെള്ളമൊന്നും കുടിക്കണ്ടെന്നോ? അല്ല, നമ്മൾ വെള്ളം കുടിക്കണ്ടെന്നല്ല, ഡയറ്റീഷ്യൻ എങ്ങനെയാണോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഫോളോ ചെയ്യുക. അതിന്റെ കൂടെ ഈ വർക്കൗട്ട് കൂടെ ചെയ്യുക. ഓക്കെ, അപ്പൊ ഡെയിലി ഈ നടത്തവും, അതായത് രാവിലെ നടത്തവും അത് കഴിഞ്ഞിട്ട് ഡെയിലി ഈ ഫുൾ ബോഡി വാമപ്പും ചെയ്യാൻ പറ്റൂ? ചെയ്യാം, പക്ഷെ അതിനുള്ള ഒരു ആരോഗ്യോടെ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ തന്നെ സ്വയം നോക്കുക. ഇത്ര ഒരു 2-3-4 കിലോമീറ്റർ നടന്നതിന് ശേഷം വന്ന് 1 മണിക്കൂർ ഇത്രയും വർക്കൗട്ടൂടെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നടപ്പ് മാത്രമാക്കാം, അല്ലെങ്കിൽ ഈ വാമപ്പും വർക്കൗട്ടും മാത്രമാക്കാം, ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ 4 കിലോമീറ്റർ ആണ് നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, അത് 2 ആക്കി ചുരുക്കിയിട്ട് അതിന്റെ കൂടെ ഈ വാമപ്പ് കൂടെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ രാവിലെ നടത്തവും വൈകുന്നേരം വാമപ്പും ചെയ്താൽ ഓക്കെയാണോ? അത് അങ്ങനെ ചെയ്യണ്ട. ഫസ്റ്റ് എന്തായാലും രാവിലെ തന്നെ നമ്മൾ ഒരു ഇതിനു വേണ്ടി എക്സസൈസിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂടെ തന്നെ വാമപ്പ് ചെയ്ത് തീർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി സമയം ഇല്ലെങ്കിൽ രാവിലെ നടന്നിട്ട് എന്ത് ചെയ്യാം, വൈകിട്ട് വാമപ്പ് കൂടെ ചെയ്യാം. ഒറ്റ ഇതിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2 നേരം ചെയ്യാതിരിക്കുന്നത് നല്ലത്, ഒറ്റ ഇതിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ഡെയിലി ഒരു നേരം ചെയ്താൽ മതി അല്ലേ? ഒരു നേരം ചെയ്താൽ മതി. ഫ്രീ ആണെങ്കിൽ ഇപ്പൊ രാവിലെ വൈകിട്ടും ഫ്രീ ആണെന്നും പറഞ്ഞ് രാവിലെ വൈകിട്ടും ചെയ്യേണ്ടതില്ല, ഒറ്റ നേരം ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡെയിലി 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്നുള്ളൊരു കണക്കുണ്ട്. അതായത് 25 കിലോ ഉള്ള ഒരു പേഴ്സണ് 1 ലിറ്റർ വെള്ളം ഇൻടേക്ക് എടുക്കാൻ പാടില്ല. അങ്ങനെ. ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ? നമുക്ക് ഓൾറെഡി 3 വർക്കൗട്ട് അയച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഡയറ്റീഷ്യൻ ഓൾറെഡി 3 വർക്കൗട്ട് അയച്ചു തന്നിട്ടുണ്ട്. ആ 3ലും ഈ വാമപ്പ് ഒരേ വാമപ്പ് തന്നെ വരുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും ചെയ്തോണ്ടിരിക്കണോ? ഇല്ലില്ല, നിങ്ങൾ അതിലേതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഇതിലോ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. വാമപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ബോഡി ഒന്ന്. ഞാൻ ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞ ആ 3 വീഡിയോയും നിർത്താതെ 3 വീഡിയോയും ചെയ്യണം എന്ന് പറഞ്ഞു. 3 വീഡിയോയും ചെയ്യില്ല. ഫസ്റ്റ് വീഡിയോയില് വാമപ്പ് കഴിഞ്ഞിട്ട് 1-2 എണ്ണം നമുക്ക് വയറിനുള്ളത് ലെഗിനുള്ളതൊക്കെ ഉണ്ട്. അത് കഴിയുമ്പോ രണ്ടാമത്തെ വീഡിയോയിലും പറഞ്ഞു
രണ്ടാമത്തെ വീഡിയോയിൽ സെയിം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതേ സെയിം മറ്റേതിൽ കാണിച്ച വാമപ്പ് തന്നെയാണ് ഇതിലും വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സ്റ്റൊമക്കിനുള്ളത് അതിനൊക്കെ ഉണ്ട്. മൂന്നാമത്തെ വീഡിയോയിലും സെയിം ലൈക്ക് അങ്ങനെ തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമപ്പ് സെയിം 3 വീഡിയോയിലും ഫസ്റ്റ് കാണിക്കുന്നതും വാമപ്സ് ആണ്. അപ്പൊ ഞാനത് 3ഉം ചെയ്യാറുണ്ട്. ഫസ്റ്റ് വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് വീഡിയോയും കംപ്ലീറ്റ് ചെയ്യും. വാമപ്പ് ഒരു വട്ടം ചെയ്തതാന്ന് വെച്ചിട്ട് മറ്റേത് ചെയ്യാതിരിക്കുന്നില്ല. അത് 3 ഒരുമിച്ച് വാമപ്പുകൾ എപ്പോഴും വീണ്ടും വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. വാമപ്പ് ഒരു ദിവസം ഒറ്റവട്ടം ചെയ്താൽ മതി. ഫുൾ ബോഡി വാമപ്പ് ഇപ്പൊ മാം ഇന്നിപ്പോ രാവിലെ 6 മണിക്ക് എക്സസൈസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യാം, അതിലെ വീഡിയോയിലെ വാമപ്പ് ഫുള്ള് ചെയ്ത് തീർക്കാം. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മളിപ്പോ ബൈസിന് കാണിച്ചു തന്ന എക്സസൈസ് വേണം ചെയ്യാം. അതിന്റെ കൂടെ വയറിനൂടെ ചെയ്താൽ അന്നത്തെ എക്സസൈസ് കംപ്ലീറ്റ് ആയി. നാളെ എന്ത് ചെയ്യാം, ഫുൾ ബോഡി വാമപ്പ് ചെയ്യാം. അതേ വാമപ്പ് തന്നെ ചെയ്യാം. വാമപ്പ് എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അതേ വാമപ്പ് തന്നെ ചെയ്യാം. ഇന്ന് ഞാൻ കാണിച്ചു തന്നെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ആ വീഡിയോയിലുള്ളത് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഒരുപോലെ വാമപ്പ് അല്ല പറഞ്ഞേ. ഇപ്പൊ ഫസ്റ്റത്തെ വീഡിയോയില് കാണിച്ച സെയിം വാമപ്പ് തന്നെയാണ് രണ്ടാമത്തെ വീഡിയോയിലും കാണിക്കുന്നത്. 3 വീഡിയോ ചെയ്യണം. വാമപ്പ് ചെയ്യാം, വാമപ്പ് ചെയ്യാം. ഒരു വട്ടം ഓൾറെഡി വാമപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് നമ്മൾ ചെയ്തിട്ട് വാമപ്പ് ഫസ്റ്റ് വീഡിയോയിൽ വാമപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വയറിനുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ വീഡിയോ കഴിയുമ്പോൾ സെക്കൻഡ് വീഡിയോയിലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് വാമപ്പ് തന്നെയാ. അപ്പൊ അത് വീണ്ടും ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. അത് ഇന്നിപ്പോ വാമപ്പ് ചെയ്ത് സ്റ്റൊമക്കിനുള്ള ചെയ്താല് വീണ്ടും പിന്നെ വാമപ്പിനുള്ള ഉണ്ടോ? പിന്നത്തെ വീഡിയോയിലും ഫസ്റ്റ് കാണിക്കുന്ന വാമപ്പ്, പിന്നെ സ്റ്റൊമക്കിന്റെ വരുന്നത് വേറെ ടൈപ്പ്. ഒരെണ്ണം കിടന്നിട്ട് കാല് പൊക്കുന്ന, ഫസ്റ്റ് വീഡിയോയിൽ കിടന്നിട്ട് കാല് പൊക്കുന്നത്, പിന്നെ 2 കൈ കുത്തിയിട്ട് നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിപ്പോ കാണിച്ചു വന്ന പോലെ ഫുൾ ബോഡി വാമപ്പ് ചെയ്യാം. അതിനുശേഷം ഏതെങ്കിലും ഒരു പാർട്സിന്റെ ചെയ്യാം, വയറിന്റെ കൂടെ അതിന്റെ കൂടെ ചെയ്യാം. അത്രയും മതി. പിന്നെ എന്ത് ചെയ്യാം, നാളെ ഫുൾ ബോഡി വാമപ്പ് ചെയ്യുക, ഓരോരോ പോർഷന് വേണ്ടി ചെയ്യുക, അടുത്ത റെസ്റ്റ് എടുക്കുക. ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് 3ഉം കൂടെ ചെയ്യാൻ പറഞ്ഞ വേണ്ട, അത്രയും കൂടെ ചെയ്യണ്ട. ഞാൻ 3 വട്ടം ചെയ്തോണ്ടിരിക്കാതെ ചോദിച്ചു. അത് വേണ്ട, അത് വേണ്ട. എനിക്കൊരു കാര്യം ചോദിക്കാറുണ്ടേ. ഞാൻ ആക്ച്വലി ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 10 days ആയതേ ഉള്ളൂ. എനിക്ക് ഐ മീൻ മേ ബി വാട്ടർ റിട്ടൻഷൻ ആയിരിക്കും. നോട്ട് ബാഡ്. ആസ് ഓഫ് നൗ 2 കിലോ വെച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് എക്സസൈസ് റിഗാർഡിങ് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. നമ്പർ 1, ഇപ്പൊ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പം വെയിറ്റ് ഇപ്പൊ നമ്മൾ കുറെ വായിക്കുമ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിട്ടാണ് കാർഡിയോ ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് പ്രകാരം അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എത്ര കാർഡിയോ ചെയ്യണം? ലൈക്ക് നമ്മൾ സ്മാർട്ട് വാച്ചിൽ കാലറീസ് ഷുഡ് ബി ലൈക്ക് കൈൻഡ് ഓഫ് ചെക്ക് ഓൺ കാലറീസ് എന്നാണോ, അതോ നമ്മളൊരു 30 to 40 minutes നടന്നാൽ മതിയോ? ബ്രിസ്ക് വാക്കിംഗ് വേണോ? ഇൻക്ലൈൻ വേണോ? There's so much of things going on. അപ്പം what do you do? മാം ഇപ്പൊ കാർഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ നടക്കുന്നുണ്ടെങ്കിൽ, ആ നടക്കൽ കൊണ്ട് മാമിന് എപ്പോഴാണ് ഒരു ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നത്, അവിടെ കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാനിപ്പോ എന്റെ ശരീരത്തിന് ഞാനിപ്പോ 63 കിലോ ആണുള്ളത്. ഇപ്പൊ ഞാൻ ഒരു 2 കിലോമീറ്റർ രാവിലെ നടക്കുമ്പോൾ തന്നെ ഞാൻ കുഴയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് അവിടെ കൊണ്ട് കാർഡിയോ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, എനിക്ക് എക്സസൈസ് ചെയ്യാം. ഓക്കെ, മാം ഇപ്പൊ സൈക്കിള് ചവിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു അരമണിക്കൂർ ചവിട്ടുമ്പോ തന്നെ മാമ കുഴയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ കൊണ്ട് മാമിനെ നിർത്താം. ഓക്കെ, മാമിന്റെ കപ്പാസിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, മാമിന് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാർഡിയോയുടെ കാര്യമാട്ടോ പറഞ്ഞത്. റിസൾട്ട് വരുമോ എന്ന് പറയാൻ നമുക്ക് റിസൾട്ട് കിട്ടും മാം. നമ്മളെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടല്ല നമുക്ക് വണ്ണവും വയറും കുറയുന്നത്, ഡയറ്റിനകത്താണ്. നമ്മുടെ ഒരാൾക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിന് കാലറി ഡെഫിസിറ്റ് ഒന്നുണ്ട്. അതായത് നമ്മൾ എന്ത് ഭക്ഷണം എടുത്താലും, നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അതിനകത്ത് കാലറി എന്നുള്ളതുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് കാലറി കാൽക്കുലേറ്റർ എന്ന് അടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാൽക്കുലേറ്ററിന്റെ രീതിയിലുള്ള ഒരു പാറ്റേൺ വരും, ഒരു മെത്തേഡ് വരും. അതിനകത്ത് നമ്മൾ വയസ്സും ഒരു ദിവസം ചെയ്യുന്ന എക്സസൈസ്, ഹൈറ്റ്, വെയിറ്റ് ഒക്കെ അടിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് ഒരു ദിവസം എത്ര കലോറി കഴിക്കാം എന്നുള്ളൊരു കാലറി ഇൻടേക്കിന്റെ വരും. ഇപ്പൊ എനിക്കിപ്പോ 2000 ആണെങ്കിൽ എന്ത് ചെയ്യാം, രാവിലെ ഞാൻ 2 ദോശ കഴിച്ചു. ആ 2 ദോശയിൽ എന്താവും, ചിലപ്പോ ഒരു 400 കലോറി ഉണ്ടെന്ന് വെച്ചോ. 400 കലോറി ഞാൻ കഴിച്ചു രാവിലെ. ഉച്ചക്കത്തെ ചോറ് കഴിച്ചപ്പോഴത്തേന് എന്റെ ശരീരത്തിൽ 600 കലോറി കയറിയെങ്കിൽ ആ രാവിലത്തെ 400ഉം ഉച്ചക്കത്തെ 600 ആകുമ്പം 1000 ആയി. വൈകിട്ട് ചായ കുടിക്കുമ്പോൾ ഒരു 40-50 ഉണ്ടെങ്കിൽ 1050 ആയി. രാത്രിത്തത് ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു 500 ഉണ്ടെങ്കിൽ 1550 ആയി. ബാക്കിയുള്ള 450 എന്താവും, നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ശരീരത്തിന് വെയിറ്റ് ലോസ് ആവുന്നത്. ഇപ്പോ എനിക്ക് 2000 കലോറിയാണ് കഴിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം 2400 കഴിക്കുന്നുണ്ട്. ഞാൻ ജിമ്മിനും പോകുന്നുണ്ട്, നല്ല രീതിയിൽ വർക്കൗട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല,
വണ്ണവും വയറും ഒന്നും കുറയത്തില്ല. കാരണം 400 കലോറി എക്സ്ട്രാ ആണ് നമ്മൾ കഴിക്കുന്നത്. ഈ എക്സ്ട്രാ കഴിക്കുന്ന എന്താ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് മാറും. ഇപ്പോ ഞാൻ ജിമ്മിനും പോകുന്നില്ല, വർക്കൗട്ടും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഞാൻ 2000 ആണ് എന്റെ കലോറി ശരീരത്തിന് വേണ്ടത്, ഞാൻ 2000 തന്നെ കഴിക്കുന്നുണ്ട്, 2000 കുറയുന്നുമില്ല 2000 കൂടുന്നുമില്ല എങ്കിൽ എന്ത് ചെയ്യത്തില്ല, എന്റെ വെയിറ്റ് 63 തന്നെ നിൽക്കും, കൂടത്തുമില്ല കുറയത്തുമില്ല. അപ്പൊ അതായത് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് വണ്ണവും വയറും കുറയുന്നത്, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, കൃത്യമായിട്ട് ഡയറ്റ് എടുക്കുക, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? അപ്പം എന്റെ പേര് ജിതി എന്നാണ് സർ. ഒരു മിനിറ്റ്, എനിക്ക് നീ പ്രോബ്ലം ഉണ്ട്, കുറച്ച് ജമ്പ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് മസിൽ സ്ട്രെങ്തനിങ് എന്തെങ്കിലും എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് മാക്സിമം നമ്മളെ കൊണ്ട് വെയിറ്റ് എത്ര എടുക്കാൻ പറ്റും അതിന് എന്ത് ചെയ്യാം, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഡമ്പൽ എന്ത് ചെയ്യാം, താഴേക്ക് കൊണ്ടുപോയിട്ട് പെതുക്കെ എന്ത് ചെയ്യാം, മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാം. അതിപ്പോ 2.5 ആണെങ്കിൽ എന്ത് ചെയ്യാം, 2.5യുടെ ഒരു 10 എണ്ണം ചെയ്തിട്ട് ഒരു 5ന്റെ വെയിറ്റ് എന്ത് ചെയ്യാം, പൊക്കിയിട്ട് പെതുക്കെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം. ശരീരം അനങ്ങാത്ത രീതിയിൽ എന്ത് ചെയ്യാം, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാം. ഇത് ബെറ്റർ ആയിരിക്കും കേട്ടോ ഈ പെയിനൊക്കെ ഉണ്ടെങ്കിൽ. നമ്മളെ ഈ നേരത്തെ ഞാൻ കട്ടായി പോയി, ആരോ കയറി വന്നു. നമ്മള് ബിക്കോസ് ഞാനിപ്പം ഫ്രീ ആയതുകൊണ്ട് ഞാൻ ചോദിച്ച എഫക്റ്റീവ് മെത്തേഡ്, നമ്മളിപ്പോ രാവിലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 1.5 വെയിറ്റ് ട്രെയിനിങ് വൈകിട്ട് അതിന്റെ കൂടത്തിൽ തന്നെ കാർഡിയോ ചെയ്യുന്നതാണോ കുറച്ചുകൂടെ എഫക്റ്റീവ്, അതോ വൈകിട്ട് ജസ്റ്റ് പോയി ഒരു ഹാഫ് ആൻ അവർ അല്ലെ 1 hour നടക്കുന്നതാണോ കുറച്ചുകൂടെ നല്ലത്? നമ്മളിപ്പോ ഞാൻ പറഞ്ഞപ്പം ഇന്നത്തെ ദിവസം ഞാൻ കാർഡിയോ ചെയ്തെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് എന്റെ ശരീരത്തിന്റെ മസിലുകൾ എന്തായും ഉടയും. ആ ഉടഞ്ഞ മസിലുകൾക്ക് എന്ത് വേണം, റെസ്റ്റ് വേണം. അതായത് ഉടഞ്ഞ മസിലിന് എന്ത് കൊടുക്കണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് റെസ്റ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവിടെ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ രാവിലെ നമ്മൾ കാർഡിയോ ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്താൽ നമ്മുടെ മസിൽ ഉടഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. നമ്മൾ വൈകിട്ടൂടെ ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ മസിൽ വീണ്ടും ഉടയും. പിന്നെ നമ്മൾ പിറ്റേന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്താവും, വീണ്ടും മസിൽ ഉടയും. ഓക്കെ, നമ്മൾ എല്ലാ കാർഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ നടത്തലാണോ ഓടലാണോ സൈക്ലിംഗ് ആണോ? എലിപ്റ്റിക്കൽ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. അപ്പം ജസ്റ്റ് എലിപ്റ്റിക്കലോ ട്രെഡ്മില്ലോ ഞാൻ ഉദ്ദേശിച്ചത്, ഹൈ ഇന്റൻസിറ്റി വർക്ക്ഔട്ട് അല്ല ഉദ്ദേശിച്ചത്. ബിക്കോസ് ഇത്രയും വണ്ണം ആയതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് അന്യ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. മോർണിംഗ് അങ്ങനെയാണെങ്കിൽ ഇല്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതാ ഞാൻ ചോദിച്ചത്. കാരണം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. സോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഈ നിങ്ങളുടെ ഈ ഫാസ്റ്റിംഗ് ഡയറ്റ് ആണല്ലോ തന്നെ, 12 hour ഫാസ്റ്റിംഗ് ഡയറ്റ്, അതിന്റെ ഫസ്റ്റ് വീക്ക് ആയോണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഉള്ളവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോന്ന് അറിയത്തില്ല. രാത്രി ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് ഇച്ചിരി ഹെഡേക്ക് പോലെ. അപ്പം ഐ സ്റ്റോപ്പ് ഹാവിംഗ് മൈ ഡിന്നർ ബൈ 6 o'clock. അത് കഴിഞ്ഞ് ഒരു 10-10:30 ഉറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് പോലെ വരുന്നുണ്ട്. അത് ഈ ഡയറ്റ് ഫസ്റ്റ് ടൈം എടുക്കുന്നതിന്റെ ആയിരിക്കും, പിന്നെ അത് കറക്റ്റ് ആയിക്കോളും. ഇപ്പൊ നമ്മൾ ഈ ഷുഗർ കട്ടൊക്കെ നടത്തുമ്പോൾ ഫസ്റ്റ് ടൈം എന്തായാലും തലവേദനയും ഉറക്ക ബുദ്ധിമുട്ടും ശരീരത്തിന് ബുദ്ധിമുട്ടൊക്കെ വരും. ഷുഗർ കട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം അത് പിന്നെ ശരീരത്തിന് തളർച്ച പോലെ വന്നിട്ടില്ല, ക്ഷീണമൊന്നുമില്ല. പക്ഷെ രാവിലെ ഒരു പ്രശ്നവും ഇല്ല. ഒരു 6 o'clock കഴിയുമ്പം ഒരു 10 മണി കഴിയുമ്പോഴത്തേക്ക് അന്നേരം ഉറങ്ങിയില്ലെങ്കിൽ പ്രശ്നം, ഉറക്കം വന്ന കുഴപ്പമില്ല, ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ആ സമയത്ത് എനിക്ക് ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. ഉറങ്ങാനേ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും. പിന്നെ ചിലപ്പോ 1:30-2 മണി അങ്ങനെ ആവുമ്പോഴാണ് ഉറങ്ങുന്നത്. ശരിയാണ് പറഞ്ഞത്, ഞാൻ നല്ലപോലെ മധുരം കഴിക്കുന്ന ആളായിരുന്നു. അതിന്റെ അപ്പൊ ഈ പെട്ടെന്ന് ഷുഗർ കട്ട് എടുത്തതിന്റെ ആയിരിക്കാം വരുന്നത്. ഒന്ന് ഡയറ്റീഷ്യന്റെ അടുത്തൊന്ന് ഇൻഫോം ചെയ്തേക്കണം ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ കേട്ടോ. നമുക്ക് എന്തെങ്കിലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും തലവേദന ഉണ്ടായിരുന്നു, അത് ഡയറ്റ് എടുക്കുന്നതിന്റെ അല്ലേ, ഫസ്റ്റ് ടൈം ആകുമ്പോ അങ്ങനെ 1-2 ആഴ്ച കൊണ്ട് എല്ലാം ശരിയാക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ട്രെയിനർ ഒരു പോസ്റ്റർ അയച്ചു തന്നിട്ടില്ല, ഒരു ട്രെയിനിങ്ങിന്റെ ഒരു പോസ്റ്റർ, ഒരു ഫോട്ടോ, അതിന്റെ അടിയിൽ നമ്പർ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചാൽ മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം കേട്ടോ. എങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, താങ്ക് യു.